ഹലോ ഗായ്സ്, എല്ലാവർക്കും നന്ദസ് എന്ന ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി ബട്ടർ സ്കോച്ച് കേക്കാണ്. സോഫ്റ്റ് ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ബട്ടർ സ്കോച്ച് കേക്കാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ബട്ടർ സ്കോച്ച് കേക്കാണ്. നമ്മുടെ റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇവിടെ നിങ്ങൾ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക, കമന്റ് ചാനൽ സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കുക. ലെറ്റ്സ് ഗോ ഗായ്സ്. അപ്പോൾ ഗായ്സ്, ഇനി നമ്മുടെ കേക്കിൻ്റെ റെസിപ്പിയിലേക്ക് പോകാം. ആദ്യം നമ്മുടെ കേക്കിൻ്റെ ബേസ് തയ്യാറാക്കി എടുക്കാം. അതിനുവേണ്ടി 1 കപ്പ് ആൾ പർപ്പസ് ഫ്ലോർ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, അതിലേക്ക് പിഞ്ച് ഓഫ് സാൾട്ട്, ഇതെല്ലാം ഇട്ട് 3 പ്രാവശ്യം സ്കിപ്പ് ചെയ്യാതെ അരിച്ചെടുക്കുക. അടുത്തൊരു വലിയ ബൗളിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അത് ഇലക്ട്രിക് ബീറ്ററോ മിക്സിംഗ് ബൗളോ വിസ്കോ ഉപയോഗിച്ച് നന്നായിട്ട് ബീറ്റ് ചെയ്ത് പതപ്പിച്ചെടുക്കുക. എന്നിട്ട് അതിലേക്ക് 1/2 കപ്പ് പൗഡേർഡ് ഷുഗർ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ഇലക്ട്രിക് ബീറ്റർ കൊണ്ട് നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി അടുത്ത് അതിലേക്ക് 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. നമ്മുടെ ഇലക്ട്രിക് ബീറ്റർ വെച്ച് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഇനി നമ്മൾ അതിലേക്ക് 5 ഡ്രോപ്പ് ബട്ടർ സ്കോച്ചിൻ്റെ മിക്സാണ് ഒഴിച്ചെടുക്കുന്നത്. നമ്മൾ ഈ ബട്ടർ സ്കോച്ചിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കുന്നത് നമ്മുടെ കേക്കിന് ബട്ടർ സ്കോച്ചിന് കളർ കിട്ടാനും പിന്നെ കേക്കിന് നമ്മുടെ ബട്ടർ സ്കോച്ചിൻ്റെ ടേസ്റ്റ് കിട്ടാനും വേണ്ടിയാണ്. എന്നിട്ട് അത് നമ്മുടെ ഇലക്ട്രിക് ബീറ്റർ കൊണ്ട് നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് ബീറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ ബീറ്റർ മാറ്റിയിട്ട് അതിലേക്ക് നമ്മുടെ ആദ്യം പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് മൈദ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ വിസ്ക് ഉപയോഗിച്ച് നന്നായിട്ട് നല്ല മിക്സ് ചെയ്ത് കൊടുക്കുക. ബാക്കിയുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസും കൂടിയിട്ട് ഫുള്ളായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമ്മുടെ കട്ടിയായിട്ടുള്ള ബാറ്ററിലേക്ക് 2 ടേബിൾ സ്പൂൺ പാൽ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ വിസ്ക് ഉപയോഗിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ബാറ്റർ നല്ലൊരു കൺസിസ്റ്റൻസിയിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മുടെ ഓവൻ സെറ്റ് 5 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യുക. എന്നിട്ട് നമ്മുടെ കേക്കിന് ട്രേ എടുക്കുക. ഞാൻ സർക്കിൾ ട്രേ ആണ് എടുക്കുന്നത്. അതിലേക്ക് ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുക. ബട്ടർ പേപ്പറിൻ്റെ മേളിലേക്ക് കുറച്ച് നെയ്യ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ബാറ്റർ നമ്മുടെ ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ ബാറ്റർ ഫുള്ളായിട്ട് അതിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ആ ട്രേ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. എയർ ബബിൾസ് ഒക്കെ പോകാൻ വേണ്ടിയാണ് നമ്മൾ ടാപ്പ് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമ്മുടെ ട്രേ ആണെങ്കിൽ നമ്മുടെ ഓവൻ സെറ്റ് 5 മിനിറ്റ് പ്രീ ഹീറ്റ് ആയിട്ടുണ്ട്. അതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കുക. അതിലേക്ക് ഇറക്കി വെച്ച ശേഷം മൂടി വെച്ച് ഒരു 25 തൊട്ട് 30 മിനിറ്റ് ബേക്ക് ചെയ്യുക. അപ്പോൾ ഗൈസ്, ഏകദേശം 30 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കേക്ക് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. നമ്മുടെ ട്രേ മാറ്റി ഡീമോൾഡ് ചെയ്ത് അതിലെ ബട്ടർ പേപ്പറൊക്കെ മാറ്റി നമുക്കത് കേക്ക് 2 ലെയറായിട്ട് മുറിച്ചെടുക്കാം. ഞാൻ ത്രെഡ് ഉപയോഗിച്ചാണ് മുറിക്കുന്നത്. എന്നിട്ട് നമ്മുടെ ഫ്രോസ്റ്റിങ്ങിന് വേണ്ടിയുള്ള വിപ്പിംഗ് ക്രീം എടുക്കാം. ഞാനിവിടെ 1 കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുക്കുന്നത്. എന്നിട്ട് ഇലക്ട്രിക് ബീറ്ററിൽ നന്നായിട്ട് ബീറ്റ് ചെയ്യുക. മിക്സിംഗ് ഗ്രൈൻഡറിൽ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ നന്നായിട്ട് ഇലക്ട്രിക് ബീറ്റർ ഉണ്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ 2 ഡ്രോപ്പ് ബട്ടർ സ്കോച്ച് മിക്സാണ് ഒഴിച്ചെടുക്കുന്നത്. അതിൻ്റെ കളർ കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ബട്ടർ സ്കോച്ചിൻ്റെ മിക്സ് ഒഴിച്ചെടുക്കുന്നത്. എന്നിട്ട് ഇലക്ട്രിക് ബീറ്റർ കൊണ്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. ബട്ടർ സ്കോച്ചിന് ജസ്റ്റ് ഒരു കളറൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ കേക്കിന് വേണ്ടിയുള്ള ഷുഗർ സിറപ്പ് ഉണ്ടാക്കണം. അതിന് വേണ്ടി 1/4 കപ്പ് ഷുഗർ ഇട്ട് കൊടുക്കുക. അതിലേക്ക് 1/2 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ച് നന്നായിട്ട് ബോയിൽ ചെയ്തെടുക്കുക. ചൂടാക്കി എടുത്തിട്ട് അതിലേക്ക് 1 ഏലക്ക ചതച്ചത് ഇട്ട് കൊടുക്കുക. നല്ല ചൂടായി വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് തണുക്കാൻ മാറ്റി വയ്ക്കുക. എന്നിട്ട് നമ്മുടെ
ഒരു പ്ലേറ്റിലേക്ക് കുറച്ച് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ഫസ്റ്റ് ലെയർ ഇറക്കി വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൽ കുറച്ച് ഷുഗർ സിറപ്പ് ഒഴിച്ച് കൊടുക്കുക. നമ്മൾ ഫസ്റ്റ് ലെയർ ആണെങ്കിൽ അതൊക്കെ ചിലപ്പോൾ ചെറുതായിട്ട് പൊടിഞ്ഞു പോയി. അതുകൊണ്ടാണ് ഞാൻ അത് നേരെ ഒന്ന് ശരിയാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ബാക്കിയുള്ള ക്രീമും കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് നമ്മൾ ആ ഫുൾ സൈഡിലും എല്ലാ സൈഡിലും നന്നായിട്ട് നമ്മുടെ ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. പല സ്ഥലം നല്ല ക്രീമെല്ലാം സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ സെക്കൻഡ് ലെയർ ഇനി നമുക്ക് അതിൻ്റെ മേളിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് ആ സെക്കൻഡ് ലെയറിൽ കുറച്ച് ഷുഗർ സിറപ്പ് ഒഴിച്ച് കൊടുക്കുക. ബാക്കിയുള്ള എല്ലാ ഷുഗർ സിറപ്പും ഒഴിച്ചതിന് ശേഷം നമ്മുടെ ബാക്കിയുള്ള ക്രീം എല്ലാം കൂടെ മേളിലേക്ക് വെച്ച് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. മേലെ ഫുള്ളും സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമ്മൾ താഴെ സൈഡിൽ ഫുള്ളും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മുടെ ഫ്രീസറിലേക്ക് 2 മണിക്കൂർ നമ്മുടെ കേക്ക് വയ്ക്കുക. ഇനി നമ്മുടെ കേക്കിൻ്റെ ഡെക്കറേഷനായിട്ട് 3 ടേബിൾ സ്പൂൺ ഷുഗർ ഇട്ട് കാരമലൈസ് ചെയ്തെടുക്കുക. നല്ല കാരമലൈസ് ചെയ്ത് നന്നായിട്ട് പതഞ്ഞു വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. 1 ടീസ്പൂൺ നെയ്യാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് അതിലേക്ക് പീനട്ടോ അതോ ബദാമോ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. ഇനി അത് ഒരു ഓയിൽ ഗ്രീസ് ചെയ്ത പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുക. എന്നിട്ട് ഒരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ മാറ്റി വയ്ക്കുക. 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നല്ല സെറ്റായി വന്നിട്ടുണ്ട്. അതിനെല്ലാം ഒന്ന് ക്രഷ് ചെയ്ത് നമ്മുടെ കേക്കിൻ്റെ മേളിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഗായ്സ് ഫൈനലി നമ്മുടെ ബട്ടർ സ്കോച്ച് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കത് മുറിച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നമ്മൾ മുറിക്കുകയാണ് ഗായ്സ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം. നൈഫാൽ വെക്കുമ്പോൾ തന്നെ അത് ഇറങ്ങി പോകുന്നു. അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. ഇനി നമുക്ക് ആ കേക്ക് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ പോവുകയാണ് നമ്മുടെ കേക്ക്. അപ്പോൾ ഗായ്സ് അടിപൊളി ബട്ടർ സ്കോച്ച് കേക്കാണ്. വായിലിടുമ്പോൾ അലിഞ്ഞു പോകുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ് ഈ ബട്ടർ സ്കോച്ച് കേക്ക്. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അത്രയൊക്കെ അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും. ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നന്ദി ചാനൽ സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കുക.